ഹലോ. ഇന്ന് നടക്കാനൊന്നും വയ്യ, കുറച്ച് നടന്നു. ഇന്നും ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആർച്ചാച്ചുവിലേക്ക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് കുറച്ച് നേരമൊക്കെ നടന്നുള്ളൂ. ആകെ ഒരു തലവേദന. ഇതാണ്, എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല. ഇടയ്ക്കിട്ട് തലവേദനയും ഒക്കെ ഉണ്ട്. ഇന്ന് നല്ലൊരു തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതേ കൊച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് വെച്ച്. ഇന്നപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി ക്ഷീണമുണ്ട്, അതാ പാട്. പിന്നെ ആ കുളിച്ച് അവളിങ്ങനെ ഓരോന്നിങ്ങനെ കളിയാക്കും എന്നെ. അവളെന്നെ കളിയാക്കുന്ന ഇത്, അമ്മ കുളിച്ചാ, അമ്മ ഡ്രസ്സ് മാറിയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ തമാശക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ചോദിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അനിയന്മാർ രണ്ടുപേരും പുറത്ത് പോയി. നാളെ അത്തമല്ലേ, പൂക്കളും ഇടണം. പിന്നെ അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. പിന്നെ നല്ല തലവേദന ഉണ്ട് കേട്ടോ. എന്നെ എന്താണോ ഭയങ്കര ബുദ്ധിമുട്ട്, നല്ല തലവേദന, ആ പാട്. ഭയങ്കര ക്ഷീണവുമുണ്ട്. കൊച്ചി ചോട്ടാ മുംബൈയിലാ മുംബൈയെന്ന വിചാരം അവൾക്കട. ചോട്ടാ മുംബൈയിലാ മുംബൈയെന്ന വിചാരം അവൾക്കട. പിന്നെ കൊച്ചമ്മ എന്നാണ് അവളെ വിളിക്കണേ. കൊച്ചമ്മ അടാ, കൊച്ചമ്മയാണ് ഞങ്ങളുടെ കൊച്ചമ്മ. കൊച്ചമ്മ അല്ല, എന്നെ പെണ്ണുമ്പിള്ളേന്ന് അവള് വിളിക്കണേ. ഒരമ്മേനെ വിളിക്കേണ്ട വർത്താനമാണ് അവള് വിളിക്കണേ, പെണ്ണുമ്പിള്ളേന്ന് എന്നാ. മര്യാദക്കില്ലെങ്കിൽ ഞാൻ കൊച്ചമ്മനെ ഈ കോല കാണിച്ചു കൊടുക്കോട്ടാ. കൊച്ചമ്മനെ കാണിച്ചു തരട്ടെ എല്ലാവർക്കും. അടാ, എന്ത് സാധനം അറിയാമോ, ഭയങ്കര സാധനമാണ്. പാവണ്ടാ സാധനമാണെങ്കിലും എന്നെ നോക്കുന്നതാണ്. വേറെ ആരുണ്ടല്ലോ എന്നെ നോക്കാൻ. അനിയന്മാരെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എന്നെ നോക്കുന്നല്ലേ, പാവം. പിന്നെ ഇന്നതുകൊണ്ട് പറമ്പിലൊന്നും പോകാൻ വയ്യ, നടക്കാനൊന്നും വയ്യ, കയറി ഇറങ്ങാനൊന്നും വയ്യ. നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും വയ്യ, നടക്കാനും ഒട്ടും വയ്യ. പിന്നെ കാല് ഭയങ്കര വേദന, ഉള്ളിനടിയൊക്കെ നല്ല പെയിനായിട്ടിരിക്കുകയാണ്. അനിയൻ കുറേ നേരം തിരുമ്മി തന്നു കാലൊക്കെ, ഉച്ചക്ക് കുറേ നേരം തിരുമ്മിയൊക്കെ തന്നു, തന്നിട്ടും ഒരു രക്ഷയില്ല, ഭയങ്കര വേദന. മരുന്നൊക്കെ കഴിച്ചു, ഉച്ചകാലത്തെ മരുന്നെല്ലാം കഴിച്ചതാണ്. പക്ഷെ എന്നിട്ടും ഭയങ്കര. പിന്നെ നാളെ എല്ലാവരും പൂക്കളം ഇടാനൊക്കെ ഒരുക്കുമായിരിക്കും അല്ലേ, അത്തമായിട്ട്. ഞാനും കുറേ നാളെത്തിയാണ് പൂക്കളം ഇടണേ. കഴിഞ്ഞ കൊല്ലം ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കൊല്ലം അങ്ങനെ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അനിയൻ്റെയൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ ആയിരുന്നു ഓണാഘോഷം, പത്തനംതിട്ടയിൽ. അവിടെ ആയിരുന്നു, ഫ്ലാറ്റിലായിരുന്നു, എറണാകുളത്തായിരുന്നു. എറണാകുളത്തുനിന്ന് ഓണാഘോഷിക്കാൻ അനിയൻ്റെയൊക്കെ ഒരു വീട്ടിൽ അവിടെ പോയേക്കായിരുന്നു. പിന്നെ ഓർഫനേജിലൊക്കെ പോയിരുന്നു. അനിയന്മാർ ഓർഫനേജിലാണ് വളർന്നതല്ല, അപ്പോൾ അവിടെയൊക്കെ പോയിരുന്നു. പത്തനംതിട്ടയിലാണ്, അടൂര് ഓർഫനേജിലാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്നു കാണാനൊക്കെ. അങ്ങനെ അവിടെയൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വലിയതായിട്ട് ഓണപ്പരിപാടിയൊക്കെ ഉണ്ടായില്ലല്ലോ. ഇക്കൊല്ലം പിന്നെ വയനാട് ദുരിതം വരണ്ടും ഓണപ്പരിപാടികൾ വലിയതായിട്ടില്ല.
എങ്ങും പരിപാടികളൊന്നുമില്ല. പിന്നെ ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ 12-ാം തീയതി ഇവിടെ കോട്ടയത്തല്ലേ ഇപ്പോൾ താമസിക്കണേ. അപ്പോൾ ഇവിടെ അടുത്തല്ലേ മറ്റേ താമര വിടരുന്ന സ്ഥലം, താമര ആമ്പൽ വിടരുന്ന സ്ഥലം. അപ്പം അവിടെ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അനിയന്മാർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂത്തനിയൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനന്തു എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ആ ചേട്ടൻ ക്യാമറ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ട് അങ്ങനെ നടത്താമെന്ന് പറഞ്ഞ് അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടാം കേട്ടോ, യൂട്യൂബിനകത്ത് ഇടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻസ്റ്റയിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിനകത്തൊക്കെ ഇടും. അപ്പോൾ ആ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കഴിഞ്ഞവരും തുടങ്ങിയുള്ള ആഗ്രഹമാണ് അത്. അങ്ങനെ ഈ കൊല്ലമാണ് അത് സാധിക്കാൻ പറ്റണേ. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 12-ാം തീയതി അത് ചെയ്യണേ. പിന്നെ 13-ാം തീയതി കൊച്ചി കോട്ടപ്പുറം സ്കൂളിലാണ് പഠിച്ചത്, ആലുവയിൽ. അപ്പോൾ അവിടെ സ്കൂളിൽ അവൾക്കിടെ ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര ചങ്കാണ്, ഗോപിക എന്നാണ് അവൾക്കിടെ പേര്. അപ്പോൾ അവിടെ സ്കൂളിലേക്ക് പോകണം, അവളെ കാണണമെന്നാണ് പറഞ്ഞേക്കണേ. പിന്നെ 13-ാം തീയതി എനിക്ക് ചെക്കപ്പ് പോകണം എറണാകുളത്ത്. അപ്പോൾ അതിനും കൂടി പോകണം എറണാകുളത്തേക്ക്. എറണാകുളത്താണ് ചെക്കപ്പും കാര്യങ്ങളും. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലും. അപ്പോൾ എറണാകുളത്താണ് ന്യൂറോൻ്റെ ഡോക്ടറിനെ എറണാകുളത്ത് കാണിക്കുന്നത്, സർജൻ. അപ്പോൾ എറണാകുളത്ത് പോകണം. അപ്പോൾ അങ്ങനെ 13-ാം തീയതി എറണാകുളത്ത് പോകണം. അങ്ങനെ ഇരിക്കണം. എന്ത് പറയും എന്താണെന്നാവോ. അടുത്ത മരുന്ന്, ഡോസ് കൂടിയ മരുന്ന് എഴുതാതിരുന്നാൽ മതി എന്നാണ് പറയണം. വയ്യ, കഴിച്ച് മടുത്ത് മരുന്ന് കഴിച്ച്. മരണം വരെ മരുന്ന്. അത് ഓർക്കുമ്പോഴാണ് സങ്കടം. ദുഷ്ടത്തികളെയൊക്കെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഇന്ന് പറമ്പൊക്കെ കാണിക്കാനും നടക്കാനും നടന്നുള്ള വീഡിയോ ഒന്നും വയ്യ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരുന്നുള്ള വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത്. പിന്നെ എന്താ വിശേഷം പറയാനായിട്ട്, ഞാൻ എന്തൊക്കെയോ പറയണമെന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യണം, അങ്ങനെ അതൊക്കെ പറയാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യുക, വീഡിയോയിൽ അത് പറയാം എന്നൊക്കെ വിചാരിക്കും. മറന്നു പോവും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഭയങ്കര മറവിയുണ്ട്. അതാണ് ഈ ഭയങ്കര കുഴപ്പമുള്ളത്. പണ്ടൊക്കെ നല്ല രസമായിരുന്നു. പണ്ട് പറവൂരാണ് ഹസ്ബൻഡിൻ്റെയൊക്കെ വീട്. പിന്നെ മാക്കനായി അവിടെ മാഞ്ഞാലി, അവിടെയൊക്കെ കൊച്ചു പഠിച്ചത്. മാഞ്ഞാലി സ്കൂളിലായിരുന്നു കൊച്ചു പഠിച്ചത്. നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല രസമൊക്കെ ഉള്ള കാലങ്ങളുണ്ടായിരുന്നു. പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സങ്കടങ്ങളും സന്തോഷങ്ങളും ഉള്ള കാലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളും. സങ്കടങ്ങളും ദുഃഖങ്ങളും പല ആൾക്കാരും കടന്നുകൂടിയതും കടന്നുപോയവരും ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും വന്നുകൂടിയതും. തെറ്റ് ചെയ്യാത്ത മനുഷ്യരുമില്ല. ഞാൻ ഒത്തിരി തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഈ ലോകത്ത് ഒരു മനുഷ്യരുമില്ല. അതൊക്കെ നമ്മൾ ക്ഷമിക്കുന്നതാണ് ഏറ്റവും വലിയ. നമ്മൾ തിരിച്ചറിയുക, തെറ്റുകൾ നമ്മുടെ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഇപ്പം തെറ്റിക്കൂടെ നടക്കാതെ നേരെ ഇതാണ്. നമുക്കൊരു വയ്യായികയൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കൊരു ആപത്ത് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാൾ തിരുത്താൻ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. നമുക്കൊരാൾ തിരിച്ചു തരാനോ പറഞ്ഞു തരാനോ ആരും ഇന്നേവരെ ഉണ്ടായിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞു തരാനായിട്ട്, അല്ലെങ്കിൽ അത്
അതെന്താണെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഒരാളും നമുക്ക് എല്ലാവരും പല രീതിയിലാണ് നമ്മൾ കാണുന്നതും ഇതാവുന്നതൊക്കെ. പക്ഷെ നമ്മൾക്ക് എന്തെന്ന് തോന്നുക അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നു കേട്ടോ, എല്ലാവരും ക്ഷമിക്കൂ കേട്ടോ. ഞാനിനി ചെറിയ ചെറിയ നാളെ തുടങ്ങി അത്തമാണ്, അത്തത്തിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ വീട്ടിൽ അനിയന്മാരൊക്കെ ചെയ്യുന്ന പാചകത്തിന് അതൊക്കെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇടാം. അവരിങ്ങനെ ഓരോ കുക്ക് ചെയ്യുന്നതൊക്കെ അവരുടെ ഓരോന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പം അതൊക്കെ ഇടണമെന്ന് താല്പര്യമുണ്ട്. അതൊക്കെ ഞാൻ ഇടും, വീഡിയോ പിടിച്ച് അതൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അനിയന്മാരൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നെ കൊച്ച് പാചകം ചെയ്യും. കൊച്ച് കണ്ട കാതൊക്കെ പഴുക്കണുണ്ട്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിട്ട് കമ്മലിടും, ഇടയ്ക്കിട്ട് കമ്മലൊന്നും ഇടാൻ പറ്റൂല, കാത് പഴുക്കും. ഇപ്പോൾ ഷുഗറുള്ളത് കാരണം കാതിങ്ങനെ പഴുക്കുന്നത് ആരുണ്ട് ഇടയ്ക്കിട്ട് ഇടാൻ പറ്റുള്ളൂ, ഇടയ്ക്കിട്ട് ഊരി വെക്കണം. പിന്നെ മുടിയൊക്കെ കണ്ട ഇങ്ങനെ ഇവിടെ ബാക്കിലിങ്ങനെ ഇത് സർജറിയുടെ ഇതുകൊണ്ട് ഇങ്ങനെ വെട്ടി ഇതാക്കിയൊക്കെയാണ്. പിന്നെന്താ, പിന്നെ ഇങ്ങനെ അമ്മേ പിന്നെ ഒരു രസമുണ്ടായി. ഇവിടെ കുറച്ച് നേരത്തെ ഇവിടുത്തെ അപ്പച്ചനെ പരിചയപ്പെടുത്താൻ തരാമെന്ന് പറയുന്നത്. അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ എപ്പോഴും ചോദിക്കും വീഡിയോ എടുക്കാറുണ്ടോ. അപ്പച്ചൻ എപ്പോഴും വീഡിയോയിൽ വന്നോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മരുന്ന് ചായയൊക്കെ കുടിച്ച് കിടക്കുകയായിരുന്നു. കിടന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും വൈകി. അപ്പച്ചനപ്പം അങ്ങോട്ട് താഴോട്ട് പോയി. അപ്പച്ചൻ്റെയൊക്കെ വീട് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോണം. അപ്പച്ചൻ 2 നേരം കയറി വരും. കുറച്ച് നേരം ഇവിടെ വന്ന് ഇരിക്കും, പറമ്പിൽ വന്ന് ഇവിടെ ഇരിക്കും. ഒരു തൊഴുത്തുണ്ട്, അവിടെ തൊഴുത്തിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അവിടെ തൂണൊക്കെ ഉണ്ട്, ഇരിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ വന്ന് കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ അപ്പച്ചനെ ഇനി നാളെ വരുമ്പോൾ എന്തായാലും പരിചയപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ എന്നെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പച്ചൻ. ഞാൻ എൻ്റെ പഴയ ഫ്രണ്ട്സിനെയും പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഓർക്കാറുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ വീഡിയോസും ഓരോന്ന് പോസ്റ്റൊക്കെ ഞാൻ കണ്ട് വായിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിൽ ഇച്ചിരി വിഷമമൊക്കെ തോന്നാറുണ്ട്. അവരെന്തിനാ അങ്ങനെ വീഡിയോ പോസ്റ്റ് എന്നെ കാണിക്കാൻ വേണ്ടി ഇരുന്നാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഓരോന്ന് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അതൊക്കെ പോട്ടെ അല്ലേ. പിന്നെ എന്നാൽ ശരി, ഓക്കെ, ബൈ.